ഫ്രണ്ട്സ് എല്ലാവർക്കും അവർക്ക് BC മച്ചാനിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ കളി നടന്നിട്ടുണ്ടായിരുന്നത്. കലിംഗ പിച്ച് ഓൺ സ്റ്റേഡിയത്തിലായിരുന്നു കളി ഉണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഷിലോങ് ആയിരുന്നു. കളി അവസാനിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 3-1 കളി വിജയിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ഗോള് ക്വാമി പെപ്ര, 1 ഗോള് ഐമൻ. ഇങ്ങനെ 3 ഗോളായിരുന്നു ബ്ലാസ്റ്റേഴ്സ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുകയിലും ഇനി നമുക്ക് കളിയുള്ളത് 15-ാം തീയതിയാണ്. ജംഷഡ്പൂരിനോടൊപ്പമാണ് ആ ഒരു മാച്ച് നടക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് രാത്രിയും നോർത്ത് ഈസ്റ്റ് വേഴ്സസ് ജംഷഡ്പൂർ FC ഇന്ന് രാത്രി കളിയുണ്ട്. ഇതൊക്കെയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുക. അടുത്തൊരു വാർത്ത ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അത്യാവശ്യം സന്തോഷം നൽകുന്നൊരു വാർത്ത തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇടയിൽ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ലൂണയുടെ പകരക്കാരൻ ആരാന്ന്. എന്നാൽ ആ ഒരു ചോദ്യത്തിന് ഇപ്പോൾ അവസാനമായിരിക്കുകയാണ്. ലൂണയുടെ പകരക്കാരനെ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ താരം വരുന്നത് ലിത്വാനിയിൽ നിന്നാണ്. ഈ താരത്തിന്റെ പേര് ഫെഡർ എന്നാണ്. പിന്നെ ഈ ഒരു താരത്തിന്റെ വയസ്സെന്ന് പറഞ്ഞത് 32 ലിത്വാനി ടീമിന്റെ ഒരു ക്യാപ്റ്റൻ ആയിരുന്നു ഫെഡറോ. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു താരത്തിന് അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഒരു താരം അറ്റാക്കിങ്ങിലും റൈറ്റ് വിങ്ങറായിട്ടും ലെഫ്റ്റ് വിങ്ങറായിട്ടും കളിക്കാൻ പറ്റും. അതേപോലെ തന്നെ സെൻട്രൽ മിഡായിട്ടും ഈ ഒരു താരത്തിന് കളിക്കാൻ പറ്റും. എന്തൊക്കെയാലും ഈ താരത്തിന്റെ എക്സ്പീരിയൻസ് എടുത്ത് നോക്കിയാൽ അത്യാവശ്യം നല്ല വലിയ ടീമുകൾക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ട്. എന്തൊക്കെയാലും ഈ താരത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുക. എന്തൊക്കെയാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു വീഡിയോ വരാം ഗൈസ്.